ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പരീക്ഷയൊക്കെ ഏകദേശം എത്താറായില്ലേ. അപ്പം നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? കോളറേഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ. ഇത് എപ്പോഴും ചോദിക്കുന്ന ലോ ആണ്. 2 മാർക്കിന് ലോ ചോദിക്കാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലോ ഒന്ന് നോക്കിയാലോ. എന്താ ലോ പറയുന്നത്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഈ ലോ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, അല്ല എങ്ങനെയാണ് ഈ ലോക്ക് എത്തിയത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെ ഈ ലോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീക്ക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അയോണുകളാക്കി എന്ത് ചെയ്യാം, നമുക്കതിന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, NaCl എനിക്ക് എങ്ങനെ എഴുതാം? ഒരു കാറ്റയോണും ഒരു ആനയോണും ആയിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇലക്ട്രോലൈറ്റുകളെ എഴുതാൻ പറ്റും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോ നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CaCl2 നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ എത്ര ഉണ്ട്? ക്ലോറിൻ 2 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2 എന്ന് വേണം ചെയ്യാൻ. ആ കാര്യം വിട്ടുപോകരുത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോ ആണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ, ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ടാണ്. സ്ട്രോങ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഗ്രാഫ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂല. സോ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്തിട്ട് കാണാം. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്കതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഇലക്ട്രോലൈറ്റിൻ്റെ വാല്യൂ പ്രോപ്പറായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? അസറ്റിക് ആസിഡിൻ്റെ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് എന്ത് അറിഞ്ഞാൽ മതി? ഈ 3 ആസിഡുകളുടെ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് പ്രോപ്പറായിട്ട് അസറ്റിക് ആസിഡിൻ്റെ എത്രയാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്നുള്ളത് പ്രോപ്പറായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ഒരു ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ. ഇപ്പം ഇതെങ്ങനെ എഴുതുന്നത്? CH3COH ഇവനെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് വരുന്ന ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ നോക്കുക. ഇവിടെ ഇപ്പോൾ നോക്കിക്കുക നിങ്ങൾ, ഏതൊക്കെ വരുന്നുണ്ട്? CH3CO Na വരുന്നുണ്ട്, HCl വരുന്നുണ്ട്, NaCl വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് CH3COയും Hും അല്ലേ കിട്ടേണ്ടത്, ഈ 2 ആൾക്കാരെ അല്ലേ കിട്ടേണ്ടത്. ഈ 2 ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, നിങ്ങൾ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ലിസ്റ്റ് ഓഫ് ആസിഡ്സ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്നതിൽ ഈ 2 ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കൂട്ടുക. എന്നിട്ടോ ബാക്കി വരുന്ന ആളില്ലേ, ഇപ്പോൾ ഇവിടെ നോക്ക്, CH3CO Naയും HClയും ആണ് ഞാൻ ആഡപ്പ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ CH3COO ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ. നോക്ക്, ഇതാ ഇത് കിട്ടിയില്ലേ, നമ്മൾ ആനയോൺ കാറ്റയോണിലെ കാറ്റയോൺ പാർട്ട് കിട്ടിയില്ലേ. ഇനി ആരാ ഉള്ളത്? H അല്ലേ. H ഇതാ ഇവിടെ ഓൾറെഡി ഉണ്ട്. ബാക്കി ഇവിടെ ആരാ വരിക? Naയും Clയും ആണ്. സോ അയാളെ ഞാൻ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമത്തതാണ് എന്ത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള 2 ഇക്വേഷൻസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇക്വേഷൻ എഴുതാനും ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് എഴുതാനും ചോദിക്കാറുണ്ട്. സോ ആ 2 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള 2 ചോദ്യങ്ങൾ നമുക്ക് ചെയ്താലോ. ഒരു ചോദ്യം ഇതാണ്. എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.001 മോളാർ അസറ്റിക് ആസിഡ് ഈസ് 4.95 into 10⁻⁻5 ആണെന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, 2 ആൾക്കാരത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആളാരാ? അസറ്റിക് ആസിഡിൻ്റെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ നിങ്ങൾക്ക് എഴുതാമല്ലോ. CH3COHന് എന്ത് ചെയ്യാം, 2 അയോണുകളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആനയോണും കാറ്റയോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കിട്ടിയില്ലേ. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലേ, നമ്മൾ നേരത്തെ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടില്ലേ. ഈ സ്പെസിഫിക് കോൺസെൻട്രേഷനിലുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4.95 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം അത് ഡിസോസിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം കണ്ടുപിടിച്ചൂടെ. സെറ്റല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തതോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl, HCl, NaAC ഇതിൻ്റെ ഒക്കെ വാല്യൂസ് വന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞ ആളാ ഈ HAC എന്ന് പറഞ്ഞ ആളെയാണ്
കാണാൻ പറഞ്ഞത്. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 3 ആൾക്കാർ തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് നമുക്ക് വേണ്ടത്? എച്ചിനെയും വേണം, എ സിനെയും വേണം അല്ലേ? ഈ 2 ആൾക്കാരെയും വേണം. സോ എന്ത് ചെയ്യണം? ആ 2 ആൾക്കാർ വരുന്ന ആൾക്കാരെ മാത്രം കൂട്ടിയിട്ട് ബാക്കി വരുന്ന ആൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇവിടെ ഇപ്പം നോക്കിയാൽ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ നോക്ക്. ഇവിടെ എനിക്ക് കോളറേഷ്യസ് ലോ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? NaACയും HClഉം കൂടെ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? എന്നാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞ ആളെ കിട്ടുള്ളൂ. ഇതിൽ നിന്ന് NAയും അതേപോലെ തന്നെ ഇതിൽ നിന്ന് Hഉം കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? പ്രോപ്പറായിട്ട് അവിടെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ആസിഡുകൾ ആരൊക്കെയാണോ അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇവിടെ ചോദിച്ചിട്ടുള്ള ആളാരാ? HAC എന്ന് പറഞ്ഞ ആളെയാണ് എനിക്ക് കിട്ടേണ്ടത്. സോ എനിക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഇവിടുന്ന് ഈ തന്നിരിക്കുന്നതിൽ AC ഇവിടെ ഉണ്ട്, അതേപോലെ H ഇവിടെ ഉണ്ട്. ബാക്കി ആരാ വരിക? NaCl അല്ലേ? സോ അയാൾ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എനിക്ക് ഉത്തരം പറഞ്ഞു തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയ ആണെന്ത്? ബാറ്ററീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 ടൈപ്പ് ബാറ്ററീസ് ഉണ്ട് അല്ലേ? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രൈമറി ബാറ്ററിയിലും സെക്കൻഡറി ബാറ്ററിയിലും വരുന്ന ആൾക്കാരിൽ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, റിയാക്ഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. സെൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാറുണ്ട്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെഷനിൽ ഇനി നോക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് പ്രൈമറി. എന്താണ് വ്യത്യാസം? പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? പ്രൈമറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ പോലെ ഒറ്റ തവണയും ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? 1 ടൈം യൂസബിൾ ആണത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നോക്കിയേ, സെൽസ് വിച്ച് കനോട്ട് ബി റീചാർജ്ഡ് ഓർ റീയൂസ്ഡ് അല്ലേ? ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കെമിസ്ട്രിയുടെ ഭാഷയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് റിവേഴ്സിബിൾ അല്ല അല്ലേ? റിവേഴ്സ് ചെയ്ത് നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ടൈപ്പ് ബാറ്ററീസ് അല്ല എന്ത്? പ്രൈമറി സെൽസ് അല്ലെങ്കിൽ പ്രൈമറി ടൈപ്പ് ബാറ്ററീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി വെച്ചുകൊണ്ട് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ആ 2 ആൾക്കാരെ ഓർത്ത് വെച്ചുകൊണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രൈ സെല്ലാണ്. ഇതിൽ ആനോഡ് കാഥോഡ് ആരൊക്കെയാണ്, അതേപോലെ അവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ആനോഡ് ആരാ നോക്ക്? സിങ്ക് കണ്ടെയ്നർ ആണ്. കാഥോഡ് ആണെങ്കിലോ കാർബൺ റോഡ് വിത്ത് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ. അയാളാണ് എന്ത് ചെയ്യുന്നത്? കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണേ. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. ഇക്വേഷൻസ് എഴുതി പഠിക്കണം. ആനോഡിലും കാഥോഡിലും നടക്കുന്ന ഇക്വേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി സെൽ വോൾട്ടേജ് ഒക്കെ 1 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡ്രൈ സെല്ലിൻ്റെ എത്രയാണ് വരിക? 1.5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെർക്കുറി സെല്ലിന് വരിക എത്രയാണ്? 1.35 ആണ്. മാറിപ്പോകരുത്. ഇനി ഇതേപോലെ തന്നെ മെർക്കുറി സെല്ലിൻ്റെ ആനോഡ് എന്താ ഉപയോഗിക്കുന്നത്? സിങ്ക് മെർക്കുറി അമാൽഗമാണ് എന്ത് ചെയ്യുന്നത്? മെർക്കുറി സെല്ല് നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കാഥോഡ് ആണെങ്കിലോ പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. അപ്പം ഈ കാര്യങ്ങളും നിങ്ങളവിടെ പ്രോപ്പറായിട്ട് നോക്കി പോകണം. പിന്നെയോ ഇക്വേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ എഴുതി തന്നെ പഠിക്കുക, വായിച്ചു വിടരുത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി സെല്ലിലേക്ക് പോകുന്നു. സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. എന്ത് ചെയ്യാം? റീയൂസബിൾ ആയിട്ടുള്ള ടൈപ്പ് ബാറ്ററീസ് ആണ് എന്ത്? സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. എക്സാമ്പിളോ ലെഡ് സ്റ്റോറേജും നിക്കൽ കാഡ്മിയം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോളറേഷ്യസ് ലോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണെന്ത്? ഈ ലെഡ് സ്റ്റോറേജിൽ വരുന്ന റിയാക്ഷൻ. അത് ഏത് ടൈപ്പ് ബാറ്ററിയാണ്, അതിൽ ആനോഡിൽ നടക്കുന്നത് എന്താണ്, കാഥോഡിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് പരീക്ഷയ്ക്ക് എപ്പോഴും റിയാക്ഷൻസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്? ഓട്ടോമൊബൈൽസിലും ഇൻവേർട്ടേഴ്സിലും ആണ് എന്ത് ചെയ്യുന്നത്? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ആനോഡ് എന്ന് പറയുന്നത് ലെഡ് ആണ്. കാഥോഡ് എന്ന് പറയുന്നതോ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഓക്സൈഡ്. ഇനി ഇലക്ട്രോലൈറ്റോ 38% സൾഫ്യൂരിക് ആസിഡ്. ഈ കോൺസെൻട്രേഷൻ ഒന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. ആ കോൺസെൻട്രേഷൻ എത്രയാണ് എന്നുള്ളത് വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫൈനലി ആനോഡ്, കാഥോഡ്, റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു കമ്പാരിസൺ ടേബിൾ ആണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും
പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂല. എന്നാൽ സെക്കൻഡറി ആണെങ്കിലോ റീചാർജ് ചെയ്യാം, നമുക്ക് റീയൂസും ചെയ്യാം. പ്രൈമറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനിയോ അതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞു അല്ലേ? അവിടെ എന്ത് ചെയ്യൂല? റിയാക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വൺ ടൈം യൂസബിൾ ആയിട്ട് മാറുന്നത്. പിന്നെ എക്സാമ്പിളും ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, അതാണ് പ്രൈമറി സെല്ലിൽ വരുന്നത്. സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ ലെഡ് സ്റ്റോറേജും നിക്കൽ കാഡ്മിയം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു സെഷനിൽ കാണുന്നവരേക്കും ബൈ.